ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് CTET ഫോർ ക്ലാസ് 1 to 5 ടീച്ചേഴ്സിൻ്റെ 2015 സെപ്റ്റംബറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗത്തിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 30 ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കിയാൽ, ചിൽഡ്രൻ ഹാവ് ദി പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് നോളജ് ആൻഡ് മേക്ക് മീനിങ്. ഫ്രം ദിസ് പെർസ്പെക്റ്റീവ് ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നോക്കാം. Children have the potential to create knowledge and make meaning. From this perspective, the role of a teacher is that of option A, communicator and lecturer, B, facilitator, option C, director, option D, negotiator. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫെസിലിറ്റേറ്റർ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. Okay, children have the potential to create knowledge and make meaning. From this perspective, the role of a teacher is that of a ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് മാറുന്നത്. അപ്പോൾ ടീച്ചറും ഫെസിലിറ്റേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ടീച്ചേഴ്സ് ഇമ്പാർട്ട് നോളജ് ഓർ സ്കിൽ ത്രൂ ഇൻസ്ട്രക്ഷൻ. അതായത് ടീച്ചർമാർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ചില നിർദ്ദേശങ്ങളിലൂടെ നോളജും അല്ലെങ്കിൽ സ്കില്ലും എന്ത് ചെയ്യുന്നു, കുട്ടികളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് വേണ്ടി നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ചില പ്രത്യേക ആക്ടിവിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്വയം ചില ആക്ടിവിറ്റികളിലൂടെ അവരുടെ കഴിവുകൾ തെളിയിക്കുവാനായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെസിലിറ്റേറ്റർ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഓപ്ഷൻ ഫെസിലിറ്റേറ്ററുള്ള റീസൺ എന്നും പറയാം. ടീച്ചേഴ്സ് ഇമ്പാർട്ട് നോളജ് ഓർ സ്കിൽ ത്രൂ ഇൻസ്ട്രക്ഷൻ വൈൽ ഫെസിലിറ്റേറ്റേഴ്സ് ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് വേർ സ്റ്റുഡൻസ് അക്വയർ നോളജ് ബൈ ഡൂയിങ് ആക്ടിവിറ്റീസ് ദംസെൽവ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ CTET കാറ്റഗറി 1 ആണെങ്കിൽ പോലും അത് ഇംഗ്ലീഷിലാണല്ലോ, ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മലയാളത്തിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാണ് ചോദിക്കുന്നത്. ചിൽഡ്രൻ. അപ്പോൾ ഓപ്ഷൻ എ, ഹൈ സെൽഫ് എഫിഷ്യൻസി, ബിലോ ആവറേജ് മെൻ്റൽ പ്രോസസ്സസ്, സോൾവിങ് പ്രോബ്ലംസ് ഇൻസൈറ്റ്ഫുള്ളി, ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സസ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈസ് നോട്ട് എ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക? ബിലോ ആവറേജ് മെൻ്റൽ പ്രോസസ്സസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട്. അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആവാത്തതിൻ്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആർ ദോസ് ഹു ഡെമോൺസ്ട്രേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെവൽസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ദറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എക്സെപ്ഷണൽ എബിലിറ്റി ടു റീസൺ ആൻഡ് ലേൺ ഓർ കോമ്പിറ്റൻസ് documented performance or achievement in top 10% or higher in one or more domain. Domains include any structured area of activity with its own symbol system. Example, mathematics, music, language, and or set of semi-sensory motor skills, painting, dance, sports. Below average mental processes is a characteristics of a child having IQ below 80 എന്ന പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ബിലോ ആവറേജ് മെൻ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് IQ ലെവൽ 80 താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹു ഡെമോൺസ്ട്രേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലെവൽസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്. അവൻ്റെ കഴിവ് എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് കണ്ടീഷനിലുള്ളതാണ്, അതുപോലെ തന്നെ കോമ്പിറ്റൻറ്റുമാണ്. ഇൻ 1 or more ഡൊമൈൻസ്, ഒന്നോ അതിലധികമോ ഡൊമൈൻസിലായിരിക്കും. അത് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നോ അതിലധികമോ ഡൊമൈൻസിൽ അവൻ്റെ കഴിവുകൾ എന്തായിരിക്കും? വളരെ കോമ്പറ്റൻ്റ് ആയിരിക്കും. അതായത് പടം വരയ്ക്കുക, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ലാംഗ്വേജ്, എല്ലാത്തിലും, പെയിൻറ്റിങ്, ഡാൻസ്, സ്പോർട്സ് ഒക്കെ ഇതിലും അവൻ പെർഫോമൻസ് കാണിക്കും. അപ്പോൾ IQ ബിലോ 80 ആണെങ്കിൽ മാത്രമാണ് അത് ബിലോ ആവറേജ് മെൻ്റൽ പ്രോസസ്സസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദി
pre-conventional level of Kohlberg's theory, to which of the following would an individual turn when making a moral decision? Options നോക്കുക. A. Personal needs and desires. Option B. Individual values. Option C. Family expectations. Option D. Potential punishment involved എന്നുള്ളതാണ് അതിൻ്റെ 4 ഓപ്ഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൾബർഗിൻ്റെ കണ്ടീഷനിൽ പ്രീ കൺവെൻഷണൽ ലെവൽ ഓഫ് ദി കണ്ടീഷനാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊട്ടൻഷ്യൽ പണിഷ്മെൻറ്റ് ഇൻവോൾവ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ പണിഷ്മെൻറ്റ് ഇൻവോൾവ്ഡ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനായിട്ട് കോൾബർഗ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്. കോൾബർഗ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ അഡാപ്റ്റേഷൻ ഓഫ് എ സൈക്കോളജിക്കൽ തിയറി originally conceived by the Swiss psychologist Jean Piaget. At the pre-conventional level, that is most 9-year-olds and younger, some over 9, individuals don't have a personal code of morality. Instead, their moral code is shaped by the standard of the adults and the consequences of following or breaking their rules. The child or individual is good in order to avoid being punished. If a person is punished, they must have done wrong എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. CPET 1 to 5 ടീച്ചേഴ്സാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കാം. പക്ഷെ ബെറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇംഗ്ലീഷിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അസ്യൂംസ് ദാറ്റ് വി ഷുഡ് ചേഞ്ച് ദി ഡാഷ് ടു ഫിറ്റ് ദി എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എ സിസ്റ്റം, ചൈൽഡ്, എൻവയോൺമെൻറ്റ്, ഫാമിലി. പിന്നെന്താ പറയുന്നത്? ചൈൽഡ്, എൻവയോൺമെൻറ്റ്, ചൈൽഡ്, സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റം ആൻഡ് ചൈൽഡാണ് അതിൻ്റെ ആൻസറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്നുള്ളതൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരീഡ് ഓഫ് ഇൻഫാൻസി എന്താ പറയുന്നത്? ദ പീരീഡ് ഓഫ് ഇൻഫാൻസി ഈസ് ഫ്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് ടു 2 years ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്നാണ് അവർ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പം എൻ്റെ ആൻസർ നോക്കുക. കമ്പ്യൂട്ടർ, ഹെറിഡിറ്റി, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഫാമിലി. അപ്പം എൻ്റെ ആൻസർ എന്താണ്? ഫാമിലി എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കുക. കോംപ്ലക്സ്, ഹാർഡ്, സ്പെസിഫിക് ടു ജനറൽ. ഓപ്ഷൻ സി സിമ്പിൾ, ഈസി. ഓപ്ഷൻ ഡി ജനറൽ ടു സ്പെസിഫിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ്. The process of changing the existing schemas to include new information is called assimilation ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. The process of changing the existing schemas to include new information is called assimilation, accommodation, egocentrism, adaptation. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക? അസിമിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ് speech is more dash rather than. Option A socialized egocentric. Option B animistic socialized. Option C mature immature. Option D egocentric socialized എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇൻ ചൈൽഡ്ഹുഡ് സ്പീച്ച് ഈസ് മോർ ഡാഷ് റദർ ദാൻ ഡാഷ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ നോക്കുക. 26 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലൈസ്ഡ് ആൻഡ് ഈഗോ സെൻട്രിക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 9 ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? നാളെ പുതിയ 9 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും. കാരണം അപ്പോൾ നിങ്ങൾക്കൊരു HD വീഡിയോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ചുരുക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഈ 10 ക്വസ്റ്റ്യൻസ് വേഗം പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. നാളെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുക, അതാണ് വീണ്ടും വീണ്ടും മലയാളത്തിൽ നിങ്ങളൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് 1-നും 2-നും മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുള്ളൂ. കേട്ടറ്റ് 3, അതുപോലെ തന്നെ സെറ്റ് എക്സാം, അതുപോലെ തന്നെ CTET, എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദിയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഒരേ സമയം എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടി വേണം ചെയ്യാം. ഇനി CTET 1-ൻ്റെയും CTET 2-ൻ്റെയും കേട്ടറ്റിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേർന്ന് അടുത്ത വട്ടത്തെ CTET അല്ലെങ്കിൽ കേട്ടറ്റ് സെറ്റ് എക്സാമിൽ ഉന്നത വിജയം നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. സൈനിങ് ഔട്ട്.